സ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ചില സ്വപ്നങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാറുണ്ട്, ചില സ്വപ്നങ്ങൾ കണ്ട് നമ്മൾ പേടിക്കാറുണ്ട്. അങ്ങനെ സ്വപ്നം കാണാത്തവരായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മുടെ സ്വപ്നത്തിലേക്ക് വേറൊരാൾ വന്നാലോ? ആ വരുന്ന ആൾ തന്നെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ആ സ്വപ്നത്തെ പറ്റി പറഞ്ഞാലോ? നമ്മൾ ഉറപ്പായി ഞെട്ടില്ലേ? എന്നാൽ ഞെട്ടാൻ തയ്യാറായിക്കോളൂ. മറ്റൊരു കിടിലൻ സിനിമയുടെ റെക്കമെൻഡേഷനായിട്ട് വന്നിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. 2023 റിലീസ് ചെയ്തിട്ടുള്ള പെൻഡുലം ആണ് ഞാൻ പറഞ്ഞ സിനിമ. വിജയ് ബാബു ആണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഇതൊരു ലൂസിഡ് ഡ്രീമിങ്ങിനെ ആസ്പദമാക്കിയിട്ട്, അല്ലെങ്കിൽ ടൈം ലൂപ്പ് എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ ആസ്പദമാക്കിയിട്ട് എടുത്ത സിനിമയാണ്. ഈ ടൈം ലൂപ്പ് അല്ലെങ്കിൽ ലൂസിഡ് ഡ്രീമിങ് സിനിമകളൊക്കെ നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിൽ തന്നെ നമ്മളത്ര അങ്ങനെ കണ്ടു പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഇത് ലോക സിനിമയിൽ പണ്ട് കുറേ കാലം മുതൽ തന്നെ 2000, 2005 അല്ലെങ്കിൽ അതിന് മുമ്പോ എനിക്കറിയില്ല കറക്റ്റായിട്ട്, പക്ഷെ മുമ്പ് കുറേ കാലം മുമ്പ് തന്നെ ഈ ഒരു പ്രതിഭാസത്തെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ആശയത്തേക്ക് ആസ്പദമാക്കിയിട്ട് ഒട്ടനവധി സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യൻ സിനിമയിലോ അല്ലെങ്കിൽ മലയാള സിനിമയിലോ ഇത്തരത്തിലുള്ള സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ സിനിമ ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അടുത്ത് കണ്ടപ്പോൾ റെക്കമെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ സിനിമ അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. 2023 ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായി. ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ റിവ്യൂയോ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ അധികം കണ്ടിട്ടില്ല. പക്ഷേ ഈ സിനിമ ഞാൻ യാദൃശ്ചികമായിട്ടാണ് കണ്ടത്. കണ്ട സമയത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ അധികം കണ്ട് പരിചയമില്ല സിനിമ ആയതുകൊണ്ടായിരിക്കാം. വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ സിനിമയെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും അങ്ങനെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരുടെ ഈ പെർഫോമൻസ് ഒക്കെ ആണെങ്കിലും എല്ലാം വളരെ മികച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സിനിമയെ പറ്റിയിട്ട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഈ സിനിമയുടെ പ്രമേയത്തെ അല്ലെങ്കിൽ പ്ലോട്ടിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്കധികം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് ഈ പ്ലോട്ടിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ആ സിനിമ കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ പ്ലോട്ടിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് ഈ സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയ് ബാബു അവതരിപ്പിക്കുന്ന ഒരു ഡോക്ടറുടെ കഥാപാത്രമാണ്. അപ്പൊ അദ്ദേഹം മറ്റൊരു ഡ്രീമിലേക്ക് മറ്റാൾക്കാരുടെ ഡ്രീമിലേക്ക് എൻ്റർ ചെയ്യുന്നതും അതിനുശേഷം ഈ വിജയ് ബാബു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന മാറ്റങ്ങളും അദ്ദേഹം ആ ഡ്രീമിനെ ഫോളോ ചെയ്ത് പോകുന്നതും പിന്നീട് അദ്ദേഹം കണ്ടെത്തുന്ന പല കാര്യങ്ങളും, അങ്ങനെ അതാണ് ഈ സിനിമയുടെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം നിങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ വിലയിരുത്തിയാൽ മതി. ഇതൊരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്കൊരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്കത് ലാഗ് അടുപ്പിച്ചെന്നോ അല്ലെങ്കിൽ സിനിമ മാറ്റി വെച്ചിട്ട് ഇത് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് കാണാം അങ്ങനെ തോന്നാൻ ചാൻസ് ഇല്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം കാണുക. പ്രത്യേകിച്ച് ടൈം ട്രാവൽ, ടൈം ലൂപ്പ് മൂവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മസ്റ്റ് വാച്ച് ആണ്. ഹൈലി റെക്കമെൻഡ് ആണ്. കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ സിനിമ നമ്മൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. വളരെ റയറായിട്ട് ചിലപ്പോൾ ഉണ്ടാവാം, കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് ഒരു ഹൈലി റെക്കമെൻഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇപ്പൊ ഈ ഹോളിവുഡ് സിനിമയൊക്കെ ആണെങ്കിൽ പല പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഈ ഒരു കാറ്റഗറിയിലുള്ളത്. പക്ഷെ മലയാളത്തിൽ ഇപ്പൊ സിനിമ കണ്ട് തുടങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ ഫാമിലി പ്രേക്ഷകർ ഇപ്പൊ ചിലപ്പോൾ ഹോളിവുഡ് സിനിമയൊന്നും കാണാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിനിമകൾ ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവാണ്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് വേണമെങ്കിൽ കണ്ട് തുടങ്ങാം ഈ സിനിമ കണ്ടു തുടങ്ങി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റു ഹോളിവുഡ് സിനിമകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. പല പല സിനിമകൾ ഇതേ പ്രമേയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തീർച്ചയായും സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഓൾറെഡി കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു കിടിലൻ സിനിമയായിട്ട് വരാം. അതുവരെ ബൈ.